വെൽക്കം ടു ബിയോണ്ട് ദ ലൈംലൈറ്റ്. ചില വാർത്ത നമ്മുടെ ഇടയിൽ വളരെയധികം പോപ്പുലർ ആവാറുണ്ട്. ആ വാർത്ത ഇത്രമാത്രം പോപ്പുലർ ആവുന്നതിന് ഒരുപക്ഷെ ആ സംഭവത്തിന്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതയോ അതുമല്ലെങ്കിൽ ആ വാർത്തയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പോപ്പുലാരിറ്റിയോ അവരുടെ പ്രൊഫഷനോ ഒക്കെ കാരണമാകാം. നാം ആഘോഷിക്കപ്പെടുന്ന ഈ വാർത്തകളിൽ 95% വാർത്തകളും 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഞ്ഞില്ലാതായിത്തീരുന്നത് നാം കാണാറുണ്ട്. കാരണം ഒന്നിന്റെ സ്ഥാനത്ത് 9 വാർത്തകൾ നമ്മെ ആ സമയം തേടിയെത്തിയിട്ടുണ്ടാകും. ഇത്തരം ലൈംലൈറ്റ് വാർത്തകൾ നമുക്ക് ചൂടും കുളിർമയും സന്തോഷവും സങ്കടവും സഹതാപവും ആവേശവും മുന്നറിയിപ്പും ഒക്കെ നൽകാറുണ്ട്. പക്ഷേ ഇത്തരം ലൈംലൈറ്റ് വാർത്തകൾക്ക് പിന്നിൽ ആ വാർത്ത കെട്ടടങ്ങിയാൽ പോലും ജീവിതം ഹോമിക്കാൻ നിയോഗിക്കപ്പെട്ട, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈക്കും ഷെയറും കമന്റും മൂലം ഒരായുസ് മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ചില ആളുകളും ഉണ്ടാവും. ഇത്തരത്തിൽ ആട്ടും തുപ്പും ചവിട്ടുമേറ്റ് ഭൂലോകത്തിന്റെ ഏതോ ഒരു കോണിൽ തന്റെ ഭാഗം വിശദീകരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ തന്റെ ഭാഗം പ്രകടിപ്പിക്കാൻ കഴിയാത്ത ആളുകളിലേക്ക് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയാണ് ബിയോണ്ട് ദി ലൈംലൈറ്റ്. ഇത്തരത്തിൽ വർണ്ണത്തിൽ ചാലിച്ചെടുത്ത സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വർണ്ണ പൊലിമയ്ക്കുപരിയായി എന്നെയും നിങ്ങളെയും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ട ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രമിക്കാറില്ല എന്നതാണ് സത്യം. ഇത്തരത്തിൽ ഒരു പുനർചിന്തനം നടത്തേണ്ട വിഷയങ്ങളും ബിയോണ്ട് ദി ലൈംലൈറ്റിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ചാനലിന് വളരെയധികം പുതുമയുണ്ടോ എന്നോ അല്ലെങ്കിൽ 100% സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന ഉത്തരമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. പരിമിതി എന്ന ഒറ്റ വാക്കിൽ ഇതിനുള്ള ജാമ്യം ഞാൻ എടുക്കുന്നു. കാരണം ഇതിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആളുകളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞെന്നു വരില്ല. എന്നിരുന്നാലും അവരെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ടാവും. ആ ചിത്രത്തിലൂടെ ചിലത് സങ്കല്പിക്കാനേ ചില സമയങ്ങളിൽ എനിക്ക് കഴിയുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട കമന്റിലൂടെ ആ വ്യക്തിയിലേക്കും അതുപോലെ തന്നെ ആ സംഭവത്തിലേക്കും ഒരുപക്ഷെ ആ സത്യത്തിലേക്കും എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടി അവ തിരുത്തി തരാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കൂടുതൽ ചർച്ചകളിലേക്കും അഭിപ്രായങ്ങളിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും വേണ്ടി നമുക്ക് ചാനൽ വീഡിയോകളിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പു തരുന്നു. ഇതിലൂടെ ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ആരെയും തന്നെ വ്യക്തിഹത്യ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സത്യം എന്താണോ അല്ലെങ്കിൽ കള്ളം എന്താണോ അല്ലെങ്കിൽ അതുമൂലം ഓരോ വ്യക്തികൾ അനുഭവിക്കുന്ന വ്യഥ അത് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മറയപ്പെട്ടതോ അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടതായ ഒരു സത്യം അല്ലെങ്കിൽ ആ സത്യത്തിലേക്കുള്ള ഒരു വഴി അത് തുറക്കാൻ കഴിഞ്ഞാൽ അതാണ് എൻ്റെയും നിങ്ങളുടെയും ഈ ചാനലിൻ്റെയും വിജയം. ഇത്തരം കഥകൾ നിങ്ങളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ അവ എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. പറയപ്പെടാത്ത കഥകൾ തേടി നമുക്ക് യാത്ര തിരിക്കാം. നിങ്ങൾ കൂടെയുണ്ടാവുമെന്ന വിശ്വാസത്തോടെ. സ്റ്റോറീസ് ദാറ്റ് ഡിസർവ് ദി സ്പോട്ട്ലൈറ്റ്.